ചോദ്യം 0.333 എക്സെട്ര ഇൻറ്റു 0.666 എക്സെട്ര ഈക്വൽ ടു എത്ര? ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. 0.181818, 0.19819, 0.18.222. ഇതാണ് ഉത്തരങ്ങൾ. ചെയ്യാൻ നല്ല ഈസിയാണ്. നമ്മൾ ആദ്യം പോയിൻറ്റും എക്സെട്ര എന്നൊക്കെ ഒഴിവാക്കിയിട്ട് 333 ഇൻറ്റു 666 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാനവിടെ പോയിൻ്റ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്യുമ്പോൾ എടുക്കുന്നില്ല, പിന്നെ ഉത്തരത്തേക്കാണ് അത് എടുക്കണുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ 6 ഇൻറ്റു 3, അതായത് 3 ഇൻറ്റു 6 18, 8 എന്ന് എഴുതി ബാക്കി 1. വീണ്ടും 3 ഇൻറ്റു 6 18, 18 പ്ലസ് 1 19, അതിന് നമ്മൾ 9 എന്ന് എഴുതി ബാക്കി 1. വീണ്ടും 3 ഇൻറ്റു 6 18, 18 1 19. അപ്പോൾ നമുക്ക് ആദ്യത്തെ വരി ആൻസർ കിട്ടും 1998. വീണ്ടും നമുക്ക് ചെയ്യേണ്ടത് അതന്നെ, 6 ഇൻറ്റു 3, ഇവിടെ 6 ഇൻറ്റു 3, 6 ഇൻറ്റു 333. അപ്പോൾ അത് ചെയ്യാൻ നിൽക്കണ്ട, എന്താ ഈ ആൻസർ തന്നെ കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സ്ഥാനം നീക്കിയിട്ട് അതേ ആൻസർ അവിടെ എഴുതി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 6 നമ്പറുള്ള ഉത്തരം കിട്ടി. ഇനി നമ്മൾ പോയിൻ്റൊക്കെ നോക്കുക. 0.333, 0.666, അങ്ങനെയാണല്ലോ. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് ആദ്യത്തെ വരിയിൽ 3 നമ്പറുണ്ട്, രണ്ടാമത്തെ വരിയിൽ 3 നമ്പറുണ്ട്. അപ്പോൾ ആകെ എത്ര നമ്പറുണ്ട്? 6 നമ്പറുണ്ട്. നമുക്ക് ഉത്തരത്തിലും 6 നമ്പറുണ്ട്. അപ്പോൾ നമ്മൾ 6 നമ്പർ നീക്കിയിട്ടാണ് പോയിൻ്റ് ഇടുക. 1 2 3 4 5 6, ഇവിടെ പോയിൻ്റ് ഇട്ട് കൊടുത്ത്. ഉത്തരത്തിൽ 7 നമ്പർ ഉണ്ടെങ്കിലോ നമ്മൾ 6 നമ്പർ എണ്ണിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഉത്തരത്തിൽ 5 നമ്പർ ഉള്ളെങ്കിലോ നമ്മൾ 5 നമ്പർ എണ്ണി ഇപ്പുറത്തൊരു 0 ചേർത്തിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് 6 നമ്പർ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോയിൻ്റ് എന്നിട്ട് ആ നമ്പർ എഴുതി. നമ്മൾ ഉത്തരത്തിൽ അതില്ല കേട്ടോ, ഈ 6 നമ്പർ ഇല്ല, പക്ഷേ എന്താ 0.22 എന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് എങ്ങനെ വരും? 0.22. ഈ 1 എന്തായിട്ട് മാറും? 2 ആവും. അതെങ്ങനെ? ഇവിടെ 7 ആണ്. 5ഓ അതിൽ കൂടുതലോ ഉള്ളൊരു നമ്പറിനെ നമ്മൾ ഒഴിവാക്കുമ്പോൾ അതിൽ നിന്ന് ഒരു നമ്പറിനെ അതിൻ്റെ തൊട്ടിപ്പുറത്തെ നമ്പറിന് കൊടുക്കും. അപ്പോൾ ഇത് ഈ 1 2ആയിട്ട് മാറും. അപ്പോൾ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ 0.222. അപ്പോൾ ആൻസർ 0.222.